ഹായ്, ഇന്ന് ഞാനൊരു മീൻ കറിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്കൊരു മീൻ കറി വൃത്തിയാക്കി എടുക്കാം. അയില മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ അയില നന്നായി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇടാം. ചെറിയൊരു അയിലക്കുട്ടിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്, ചെറിയ അയിലക്കുട്ടിയാണ്. നമുക്കതിന് 2 കഷ്ണങ്ങളാക്കിയിട്ട് ഇടാം. 2 കഷ്ണങ്ങൾ അതിന് നമുക്ക് കുറച്ചെടുത്ത് മാറ്റിയിട്ട് നമുക്ക് വറക്കാനായിട്ട് വയ്ക്കാം. അതിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നമുക്ക് നന്നായി മസാല തിരുമ്പി വയ്ക്കാം. നന്നായി മസാല തിരുമ്പി വെച്ചതിന് ശേഷം നമുക്കിനി മീൻ കറി വെക്കാനായിട്ട് പോവാം കേട്ടോ. കുറച്ച് മീൻ മാത്രമായിട്ടോ വെക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളൂ. അതിനാവശ്യമായിട്ട് ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, പിന്നെ നാളികേരം, അതിലേക്ക് ആവശ്യത്തിന് ഒരു 2 മണി ഉലുവയും പെരുംജീരകവും ഇട്ട് നന്നായി അരച്ചെടുത്ത് പാലായിട്ട് എടുക്കാം. പിന്നെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചതും. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ആദ്യം ചീഞ്ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിത് ഈ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത് ഒന്ന് പാകമായി നന്നായി മുരിയണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ. ആ വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഈ പൊടികളൊന്ന് ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ടു. ഇനി ആവശ്യത്തിന് മുളക് പൊടിയും ഇട്ട് മല്ലിപ്പൊടി ഇട്ട് നമുക്ക് നന്നായി ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ഒന്ന് പച്ചമണം ഒന്ന് ചൂടായി എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി നാളികേരപ്പാൽ ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് കുടംപുളിയും ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. പുളിക്കനുസരിച്ച് ഒരു 2-3 കുടംപുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് 2-3 കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ചേർത്ത് നന്നായി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മളിനി മീനിടാൻ പോകുന്നത്. നന്നായി തിളച്ച് വരട്ടെ കേട്ടോ. വന്നുകൊണ്ടിരിക്കുകയാണ്. തള വന്നതിന് ശേഷം നമുക്കൊന്ന് മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇടാം. മീൻ കഷ്ണത്തിലൊക്കെ ഒന്ന് ഞാനൊന്നുകൂടി ഇത് പിടിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഉപ്പും മുളക് പൊടി മാത്രം ഒന്ന് ചെറുതായി ഒന്ന് തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നന്നായി തള വന്ന് വെന്ത് ഒന്ന് കുറുകി കഴിഞ്ഞാൽ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1-ാം പാല് നമ്മളെടുത്ത് വെച്ചിട്ടുള്ളത് നമുക്കതിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായി തളയൊക്കെ വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി 1-ാം പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ 1-ാം പാൽ ഒഴിക്കുന്നത്. എന്നിട്ട് നമുക്കിനി കയ്യിൽ ഉപയോഗിക്കാതെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ചീഞ്ചട്ടി ചൂടാക്കി ഉള്ളിയും 2 മണി ഉലുവയും വേപ്പിലയും ഇട്ട് നമുക്ക് നന്നായി മുരിച്ചെടുത്ത് നമുക്ക് കൂട്ടാനിലേക്ക് താളിക്കാം. അതിലേക്ക് ഞാനൊരു തുണ്ട് മുളക് പൊടിയും കൂടി ചേർക്കേണ്ട എരിവിന് വേണ്ടിയിട്ട് കളറിനും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.